നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഇന്ന് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, അദ്ദേഹം തന്നെ അദ്ദേഹത്തെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. മൂർത്തി സാർ, എങ്ങനെയാണ് അങ്ങേ നമ്മുടെ പ്രേക്ഷകരോട് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അങ്ങയുടെ ആ ജോലി എന്താണ്, സ്ഥലം എവിടെയാണ്, അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഒന്ന് നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താം. നമസ്കാരം സാർ. ഒരു ആയുർവേദ പാരമ്പര്യ കുടുംബത്തിലുള്ള ഒരാളാണ് ഞാൻ. ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്കിൻ ഡിസീസിന് വേണ്ടിയിട്ടൊരു ആദ്യം ഒരു ക്ലാപ്സോറിയാസിസ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെഡിസിൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. അതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ സ്കിന്നിലോട്ട് നമ്മളത് അപ്ലൈ ചെയ്ത് നോക്കിയത്. അതിന്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് കിട്ടിയപ്പോൾ ഞാൻ ഒരു 8-9 വർഷമായിട്ട് ഇങ്ങനെ എന്നടുത്ത് ഓരോ പേഷ്യൻസിനെ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ചെയ്തു കൊടുത്ത ആൾക്കാർക്ക് റിപ്പീറ്റ് വന്നിട്ടില്ല ആ അസുഖത്തിൽ. അതിൽ ഞാൻ ഇത് വളരെ സ്റ്റഡി ചെയ്ത് 8 വർഷം 10 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ വിഷ ചികിത്സയ്ക്കുള്ള മരുന്നാണ് ഈ സ്കിൻ ഡിസീസിന് വേണ്ടി കൊടുക്കുന്നത്. അതിന് വേറെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു മെഡിസിനാണ്. അപ്പം നമ്മൾ ഈ മരുന്ന് പേഷ്യൻറ്റിലോട്ട് കൊടുക്കുമ്പോൾ അകത്തോട്ട് കഴിക്കാൻ ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നില്ല. പൊതുവേ ഇപ്പം നമുക്ക് സോറിയാസിസ് പേഷ്യൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മരുന്നുകൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത് മറ്റുള്ള മരുന്നുകൾ, കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ മരുന്നുകളും അപ്ലൈ ചെയ്ത് പരാജയപ്പെട്ട പേഷ്യൻസ് ആണ് എൻ്റെ അടുത്ത് കൂടുതലും വരുന്നത്. അപ്പൊ ഇവർ വരുന്ന സമയത്ത് എനിക്ക് അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കാരണം പുറത്ത് തേക്കാനുള്ള ഓയിൽ മാത്രമേ ഉള്ളൂ, നമുക്ക് അകത്തോട്ട് കഴിക്കാൻ മരുന്നില്ല. അത് നല്ല രീതിയിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻസിന് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. ഈ മരുന്ന് കൊടുക്കുന്നതിൽ ഞാൻ ഈ 8-9 കൊല്ലം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ സ്കിൻ ഡിസീസിന് സ്കിന്നിന്റെ പുറത്ത് വരുന്ന സോറിയാസിസ് എന്ന് വെച്ചാൽ സ്കിന്നിൽ വരുന്ന ആ വ്രണങ്ങളെയും അതിനെയും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് നോർമൽ സ്കിന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി ഇതുവഴി നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു മരുന്ന് വഴി വേറെ സൈഡ് എഫക്ട് എന്റെ കണ്ണിൽ തേച്ച് കുടിച്ചിട്ടാണ് ഞാൻ പേഷ്യൻസിന് മെഡിസിൻ കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ മരുന്നിന്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ സാറിനോട് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധപ്പെട്ട മെഡിസിൻസ് എല്ലാം ഉപയോഗിച്ച് പരാജയപ്പെട്ട പേഷ്യൻസ് ആണ് എൻ്റെ അടുത്ത് കൂടുതലും വന്നിട്ടുള്ളത്. അവരെ എല്ലാം പോസിറ്റീവാക്കി ഞാൻ നിർത്തിയിട്ട് അവരുടെ എല്ലാം ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റ് വരുമെന്നുള്ളതാണ്. അപ്പൊ ആ റിപ്പീറ്റ് വരുമെന്നുള്ളൊരു കാര്യത്തിൽ അതിലാണ് ഞാനും പല സ്ഥലങ്ങളിലും ഞാനും അതിന് ടൈം കൊടുത്തിട്ടുണ്ട് അവർക്ക്. പക്ഷെ 8 വർഷമായിട്ട് അസുഖം മാറിയിട്ട് പോയവരും തിരിച്ച് റിപ്പീറ്റ് എൻ്റെ അടുത്ത് മരുന്ന് ചോദിച്ച് വന്നിട്ടുമില്ല. അവർ പേഷ്യൻസിനെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടുള്ളത്. എൻ്റെ പേഷ്യൻ്റ് ഒരു ഡോക്ടറുണ്ട് ആലപ്പുഴയിൽ. ആ കുട്ടി വരെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് തല കറങ്ങി വീണ സാഹചര്യങ്ങൾ വരെ ഉണ്ട് ഈ അസുഖത്തിന്, ഈ സ്കിന്നിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം. പക്ഷേ ആ കുട്ടിയുടെ തന്നെ അഭിപ്രായമാണ്, അങ്കളെ ഞാനത് ഗുളിക കഴിച്ച് ഞാൻ കോളേജിൽ തലയിറങ്ങി വീണിട്ടുണ്ട് ക്ഷീണം കാരണം. പക്ഷെ ആ കുട്ടി ഇപ്പോഴും ലൈവ് എൻ്റെ അടുത്ത്, ആ കുട്ടി എൻ്റെ പേഷ്യൻ്റ്, അവര് വളരെ ഒരു ദോഷവും ഇല്ലാതെ അവർ കുറച്ച് നാൾ നമ്മുടെ ആ പച്ചമരുന്ന് തേച്ച് ആ കുഞ്ഞ് വരെ സക്സസ് പോയിന്റിലോട്ട് വന്ന് നിൽക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ വളരെ ശ്രദ്ധിച്ച് പറയുന്നത്, ഒരിക്കലും ഈ സോറിയാസിസ് എന്ന് പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ്, ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് പറയുന്ന കാര്യം 100% ഷുവറാണ്. അവർ പറയുന്ന കാര്യങ്ങൾ 100% സത്യമായ കാര്യങ്ങളാണ്. കാരണം ഈ അവർ പറയുന്ന കാര്യങ്ങൾ ആട്ടോമിയൽ ഡിസീസിന്റെ ബേസ് ആണ് അത്. പിന്നെ നമുക്ക് വരുന്ന ജനറ്റിക് തകരാറിന്റെ കാര്യങ്ങളാണ്. പല കാര്യങ്ങളും നമ്മൾ അവർ പറയുന്നത് ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പേഷ്യൻസിന് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ പേഷ്യൻസ് വരുന്ന സമയത്ത് അവരെന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് പല പഥ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ബീഫ് കഴിക്കാവോ, ചിക്കൻ കഴിക്കാവോ, അല്ലെങ്കിൽ എനിക്ക് കൊഞ്ച് കഴിക്കാവോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ തൈര് കഴിക്കരുത്, പുകവലിക്കരുത്, മദ്യപിക്കരുത്, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പുകവലിയും മദ്യപാനവും സ്കിന്നിന് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടാണത്. പിന്നെ തൈര് കഴിക്കരുതെന്ന് പറയുന്നത് അതൊരു പഥ്യമായിട്ടല്ല. നമ്മൾ ഈ മെഡിസിൻ തേക്കുമ്പോൾ ബോഡിയിൽ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ലെവൽ നമുക്ക് ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ വിഷത്തെ വേർപ്പ് തുള്ളികളായിട്ട് പുറത്തു പോകാൻ പറ്റും. അതുകൊണ്ടാണ് അവരുടെ ബോഡി ടെമ്പറേച്ചർ തണുക്കാതിരിക്കാനാണ് തൈര് കഴിക്കുന്നത്, അല്ലാതെ പഥ്യമല്ല. അത് മാത്രമല്ല പുകവലിയും മദ്യപാനവും, ഈ പുകവലിയും മദ്യപാനവും പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് വരുന്നത്. കാരണം അതിന് പര്യായ കാരണം എന്ന് വെച്ചാൽ, ഈ എൻ്റെ പേഷ്യൻസിൽ തന്നെ എൻ്റെ മരുന്ന് ഉപയോഗിച്ചിട്ട് പുക വലിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പുക വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. അത് അറിയാവുന്നവർക്കറിയാം. പക്ഷെ അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് അവർ തന്നെ പറയുന്നുണ്ട്, ഈ അസുഖത്തിന് വേറൊന്നും വേണ്ട, ഈ മരുന്ന് തേച്ചാൽ മതി. അപ്പൊ എൻ്റെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഞാനിന്ന് വീഡിയോയിൽ വന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ അറിയാവുന്ന എൻ്റെ പേഷ്യൻസ് കാണും, അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ അറിയാം ഞാൻ പറയുന്നത്
അവരോട് പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ ചാനലിനോടും പറയുന്നത്. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ അസുഖത്തെ കുറിച്ച് ഈ നമ്മുടെ ശാസ്ത്രം പറയുന്ന ഒരു കാര്യത്തിന് ഞാനത് സ്റ്റഡി ചെയ്ത് വരും. കാരണം പഠിച്ചതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് ഇത് റിപ്പീറ്റ് വരും. 100% അവർ പറയുന്നുണ്ട് റിപ്പീറ്റ് വരും. ഏത് മരുന്ന് കൊടുത്താലും ഇത് റിപ്പീറ്റ് വരും. ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ അത് വരാൻ ചാൻസ് നമുക്ക് അത് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. പക്ഷേ ഇത് റിപ്പീറ്റ് വരാം. ഒരു പേഷ്യന്റ് ഒരു കുട്ടി ഇപ്പൊ തന്നെ ഞാൻ ഒരു 10-18 വയസ്സായ ഒരു 16 വയസ്സായ കുട്ടികളൊക്കെ കോളേജിൽ പോകുമ്പോൾ അവരുടെ കൈയും കാലും ഒക്കെ വികൃതമായിട്ട് ഇരിക്കുമ്പോൾ മാനസികമായിട്ട് അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടുകൾ അവർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും മരുന്നുകളെ പറ്റി കുറ്റം പറയുന്നതല്ല. ആ ഇംഗ്ലീഷ് മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ഉപയോഗിക്കുന്നവർക്കും അറിയാം, കൊടുക്കുന്നവർക്കും അറിയാം. അത് ബ്ലഡിൽ അത് വരുന്ന സൈഡ് എഫക്ട്സ്, കിഡ്നിക്ക് വരെ ദോഷങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഞാനല്ല പറയുന്നത്, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്, സമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാലും കമ്പനിക്കാർക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ 100% ഉറപ്പ് തരെയാണ്, എന്റെ മരുന്ന് ഞാൻ കുടിച്ചും കണ്ണിൽ തേച്ചും എന്റെ പേഷ്യൻസിന് ഞാൻ കൊടുക്കാം. അവർക്ക് ഈ മരുന്ന് അവർക്ക് വളരെ പോസിറ്റീവായിട്ട് വരും. പിന്നെ ഞാൻ മാർക്കറ്റിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദന്തപാല എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഡോക്ടേഴ്സ് ഇപ്പൊ നമുക്ക് സ്കിൻ ഡിസീസിന് കൊടുക്കുന്നുണ്ട്. ഈ ദന്തപാല എന്ന് പറയുന്ന മെഡിസിൻ കൊടുക്കുന്നത് തെറ്റല്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബോഡിയിലിരിക്കുന്ന പോയിസൺ മൊത്തം പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ എന്റെ മെഡിസിനിൽ അത് പ്രൂവ് ചെയ്തതാണ് ഞാൻ. എന്ന് വെച്ചാൽ എന്റെ പേഷ്യൻസ്, എന്റെ അസുഖം മാറി എന്ന് വെച്ചാൽ, ആലപ്പുഴയിലൊരു അമ്മയുണ്ട്, ഇംഗ്ലീഷ് മെഡിസിൻസ് എല്ലാം ഉപയോഗിച്ച് മുന്നോട്ട് വരുന്ന അവർ ഒരുപാട് പരാജയപ്പെട്ടവരാണ്. നമ്മുടെ മരുന്ന് കുറച്ച് നാൾ അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, അവരുടെ കാല് മൊത്തം വെടിച്ചു കയറിയിരുന്നതാണ്. ആ അമ്മയ്ക്ക് നടക്കാൻ പോലും വയ്യായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ കാല് ഒരു പഴയതുപോലെ എനിക്കൊന്ന് ആക്കി തരണം, മഹാദേവന്റെ അമ്പലം വരെ ഒന്ന് നടന്നു പോകണം എന്ന് പറഞ്ഞ അമ്മ ഇന്നും എന്റെ ചികിത്സ കഴിഞ്ഞ് 2 കൊല്ലമായിട്ടുണ്ട്. അവരെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഞാനത് ചെയ്തു കൊടുത്തവർക്കാണ്. ഇത് അങ്ങയുടെ വീട്ടിൽ വെച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ? ദിവസങ്ങളോളം നിന്നിട്ട് കൊടുക്കുന്നുണ്ടോ? അതോ ഈ മരുന്ന് കൊടുത്തു വിടൽ മാത്രമാണോ? എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഞാൻ അവരുടെ വീട്ടിൽ തന്നെയാണ് ചെല്ലുന്നത്. അവരുടെ വീട്ടിൽ ചെല്ലുകയാണ്. അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വീട്ടുകാരുമായിട്ടുള്ള പ്രസൻസിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് കുറച്ച് നാളത്തേക്കുള്ള മെഡിസിൻ, അവർക്കൊരു 3 മാസമോ 2 മാസമോ അവരുടെ ബോഡിയിൽ ദേഹത്തുള്ള വിഷത്തിനെ ബേസ് ചെയ്തിട്ടുള്ള മരുന്ന് നമ്മൾ അവരെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്ത് അത് അവരുടെ മുന്നിൽ അവർക്ക് കൊടുത്ത് അതിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നാലും അവരെല്ലാ ദിവസവും അവരുടെ റിപ്പോർട്ട്സ് എനിക്ക് ഫോണിലൂടെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഈ പ്രാഥമികമായിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ദിവസം പിടിക്കും? അതോ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്തു കൊടുത്താണോ പോരാ? അല്ല, എനിക്ക് മെഡിസിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീടുകളിൽ ഉരുളിയും കാര്യങ്ങൾ വെളിച്ചെണ്ണയിലാണ്, ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഈ മെഡിസിൻ ആഡ് ചെയ്ത് ചെയ്യുന്നത്. മരുന്ന് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അത് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ, ഞാൻ അവരുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അത് എന്റെ ബോഡിയിലും കണ്ണിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത്ര പീരീഡ് നമുക്ക് ഉപയോഗിക്കണം. കാരണം വെച്ചാൽ ഇത് ഓയിൽ ആയതുകൊണ്ട് ഇത്ര കോഴ്സ് നമ്മൾ ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഇത് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് പോയിസൺ ലെവൽ മാറണം. അത് പുറത്ത് വിയർപ്പ് തുള്ളികളായിട്ട് തന്നെ പോകണം. അപ്പൊ സ്കിന്നിൽ കിടക്കുന്ന എന്ന് വെച്ചാൽ ഈ പാടുകൾ, അസുഖമുള്ള വ്രണങ്ങൾ വന്ന പാടുകൾ പോലെ മാറി നമ്മൾ പഴയ സ്കിന്നിലോട്ട് പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ പീരീഡ്സ് ടൈമുകളിലൊക്കെ അവര് ചെയ്യുന്ന ഈ മദ്യപാനം ഒക്കെ ഉള്ളവര് കഴിവിന്റെ പരമാവധി അത് നിർത്തി പോകുന്നത് ഈ മരുന്നിന് ഗുണം ചെയ്യും നമ്മുടെ ശാരീരികമായ അവസ്ഥയ്ക്ക്. ഇപ്പൊ അങ്ങൊരു വീട്ടിലേക്ക് ചെല്ലുന്നു, ആ വീട്ടിൽ ചെന്നതിന് ശേഷം അവരോട് പറഞ്ഞ സാധനങ്ങൾ അവർ ഒരുക്കി വെക്കുന്നു, താങ്കൾ ആ മരുന്ന് ഉണ്ടാക്കുന്നു. അത് ഉണ്ടാക്കിയതിന് ശേഷം ഇവർക്ക് അത് തേച്ച് പിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് അങ്ങ് തിരിച്ചു പോരുകയാണോ ചെയ്യുക? അതവിടെ സ്റ്റേ ചെയ്യോ? എത്ര ദിവസം ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എത്ര മണിക്കൂർ പിടിക്കും, ദിവസം പിടിക്കും? സാർ, ഇത് എനിക്ക് മെഡിസിൻ അവിടെ ചെന്നാൽ അവരുടെ വീട്ടിൽ എനിക്കൊരു 3 മണിക്കൂറത്തെ നേരമേ ഉള്ളൂ അവർക്ക് ആ മെഡിസിൻ ചെയ്ത് അവിടെ വെക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ ഇത്ര പീരീഡ് ഈ രീതിയിൽ മെഡിസിൻ തേക്കുക. ചിലർക്ക് 1.5 മാസം തേച്ചാൽ മതിയാവും, ചിലർക്ക് ഒരു 2 മാസം തേക്കേണ്ടി വരും. എന്തായാലും ഒരു 2 മാസത്തോളം മേളിലോട്ട് തേച്ച് കഴിയുകയാണെങ്കിൽ കംപ്ലീറ്റ് പോയിസണും നമുക്ക് ബോഡിയിൽ നിന്ന് നമുക്കത് വിയർപ്പ് തുള്ളികളായിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് പോകും. ഇപ്പൊ ഇത് സോറിയാസിസിന്റെ പഴക്കം എത്രത്തോളം എന്ന് നിർണ്ണയിക്കാറുണ്ട്? അതോ വലിയ പഴക്കമുള്ളതായാലും പുതിയതായാലും എല്ലാത്തിനും ഒരേ മരുന്നാണോ? അതോ അതിന്റെ കാലാവധിക്ക് വ്യത്യാസം വരുമോ, മാറ്റം വരുന്നതിന്? സാറ് ചോദിച്ച ചോദ്യം കറക്റ്റ് ആണ്. കാരണം വെച്ചാല് ഇത് തുടക്കത്തിലൊക്കെ നമ്മൾ ഓരോ കേസുകൾ വരുമ്പോൾ ഞാൻ പഠിച്ച എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. നമുക്ക് ഇപ്പൊ കുറച്ച് പഴകിയെന്ന് പറയുന്നത്
കറക്റ്റായിട്ട് സാറ് പറഞ്ഞ കണക്ക് പോയിസൺ കൂടുതലാണ്. നമ്മൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഇത്ര കോഴ്സ് ഇത്ര ദിവസത്തേക്ക് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പറയും. ഇപ്പം പഴയ കേസുകൾ തന്നെ സാറിനറിയോ, പൊട്ടി വ്രണം ഒലിച്ച് വരുന്ന ആൾക്കാരുണ്ട്. പൊട്ടി വ്രണമായിട്ട് ഒഴിച്ചാൽ അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് മാറും. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ മാറി വരും. ഇതില് ഈ കൈയുടെ നഖം വരെ അഴുകി പോകുന്നുണ്ട് പേഷ്യൻസിന്റെ. അത് ശരിക്കും പറഞ്ഞാൽ ഹെവി ആന്റിബയോട്ടിക്സിലാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എന്റെ അനുഭവസ്ഥനായ പേഷ്യൻസ് ഉണ്ട്, ആ നഖം പോലും ഈ എണ്ണയിൽ തന്നെയാണ് കറക്റ്റ് പിന്നീട് എല്ലാം ഉണങ്ങി പഴയ പൊസിഷനിലോട്ട് വരുന്നത്. അപ്പോൾ അത്രയും സിറ്റുവേഷൻ മോശമായിട്ടുള്ള പേഷ്യൻസിന് വരെ ആ മരുന്ന് എഫക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിക്കുന്നിടത്തോളം അത് എന്റെ മരുന്നിന്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഭാഗം തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ടെൻഷൻസ്, പല സ്ഥലത്ത് പോയി പരാജയപ്പെട്ട ടെൻഷൻസ്, വിശ്വാസമില്ലായ്മ, ഇതൊക്കെ ബോഡിയെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് അവർ മനസ്സിലാക്കുന്നില്ല. ആ ഒരു വിശ്വാസം കൂടെ പേഷ്യൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോറിയാസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തിന് ഞാൻ പ്രൂവ് ചെയ്യാം, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മെഡിസിൻ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാം. ഓക്കെ, അപ്പൊ താങ്കളുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇപ്പൊ എത്ര പഴകിയതാണെങ്കിലും, ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞു നഖം പോലും ഇത്ര ചീഞ്ഞളിഞ്ഞ അതെല്ലാം അഴുകിയ രീതിയിൽ വന്നു എന്നുള്ളത്, അത്തരത്തിൽ വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ പോലും എത്ര ദിവസം കൊണ്ട് അതല്ലെങ്കിൽ എത്ര മാസം കൊണ്ട് അങ്ങയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരുടെ അസുഖം ഭേദമായി തുടങ്ങിയിട്ടുണ്ട്, അതല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഭേദമായിട്ടുണ്ട്? ഇത് രണ്ടും പറയാൻ പറ്റും. എങ്ങനെയാണ് അത് പറയുന്നത്? മെഡിസിൻ ഞാൻ പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 weeks കഴിയുമ്പോൾ തന്നെ അവരുടെ ആ മുറിവുകൾക്ക് നല്ല ഉണവുണ്ടായി, പിന്നെ അത് കൺട്രോൾ ലെവലിലോട്ട് പോയി ഒരു 2 months വെച്ച് അവർ ഹാപ്പി ആയിട്ട് വരും. ചില ആളുകൾക്ക് 16-15 ദിവസം കൊണ്ട് മാറിയിട്ടുണ്ട്. ചില ആളുകൾക്ക് അത് 1 മാസം എടുത്തിട്ടുണ്ട്. വേറെ ചില ആൾക്കാർ അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിലുള്ള ഇതാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, അവർ മറ്റുള്ള മെഡിസിൻസ് ഈ മേഖലയിലല്ലാതെ, ഈ ആയുർവേദ മേഖലയല്ലാതെ വേറെ മേഖലയിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ള മെഡിസിൻസിന്റെ അത് എന്താണ് അത് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ഉപയോഗിക്കുന്ന പേഷ്യൻസിന് അറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അത് അറിയാവുന്ന ഡോക്ടേഴ്സിന് അറിയാം, കാരണം ഇത് ബ്ലഡിലോട്ട് തന്നെയാണ് ഇത് അലിഞ്ഞ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് മരുന്നുകൾ അമിതമായിട്ട് ഉപയോഗിച്ചിട്ട് വരുന്ന പേഷ്യൻസിന് ചില സമയങ്ങളിൽ നമ്മൾ മെഡിസിൻസ് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് കൺട്രോൾഡ് ആവും. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ അകത്ത് കിടക്കുന്ന ഒന്നുകൂടെ പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല, അത് നമ്മുടെ ഈ മെഡിസിനിൽ തന്നെ കുറച്ച് പീരീഡ് കൂടെ അത് ഉപയോഗിച്ചാൽ അത് മാറി കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ട് പറയുന്ന സമയത്ത് ആരെങ്കിലും ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്നാൽ തന്നെ ഈ വീഡിയോ അവർ ക്യാച്ച് ചെയ്ത് വെച്ചിട്ട് അവർക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർക്ക് നാളെ അത് എന്നോട് ചോദിക്കാവുന്ന സാഹചര്യം ഞാനായിട്ട് തന്നെ. ഇപ്പൊ മറ്റൊരു കാര്യമാണ്, ഇപ്പൊ സോറിയാസിസ് എനിക്ക് പരിചയമുള്ള ഒട്ടേറെ ഡോക്ടർമാരുണ്ട് ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ. അവരൊക്കെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ സോറിയാസിസ് മാറിക്കഴിഞ്ഞാലും ആ മാറുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക ഇപ്പൊ നമ്മൾക്കൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ സാധാരണ ഒരു നിറമുണ്ട്, ആ നിറത്തിനനുസരിച്ചുള്ള നിറമാണ് വരിക, അതോ ഏകദേശം ഈ സോറിയാസിസിന്റെ ആ ഒരു റോസ് കളറാണല്ലോ അവരുടെ ശരീരത്തിന്റെ ആ സ്കിന്നിന് വരാറ്. അപ്പൊ അത് മാറിക്കഴിഞ്ഞാൽ പ്രത്യേക നിറത്തിലേക്ക് മാറ്റം വരുമോ, അതോ നമ്മൾ സ്വാഭാവിക സ്കിന്നിലേക്ക് തന്നെ വരുമോ? എങ്ങനെയാണത്? സാർ, ഇത് ആ പോയിസൺ ലെവൽ മാറിക്കഴിഞ്ഞ് ആ പാട് പോലും എന്റെ മെഡിസിനിൽ കാണില്ല. അങ്ങനെ ഒരു സംഭവം പോലും പഴയ സ്കിൻ എങ്ങനെയാണോ അതുപോലെ. ഇത് സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കുന്ന രീതിയിലാണോ ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള ഭാഗം? അതായത് ഇപ്പൊ പലരും പല കാര്യങ്ങളും ചെയ്യുന്നു എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഖത്തറിൽ തന്നെ ഒരു ബിസിനസ് നടത്തുന്ന വലിയൊരു ബിസിനസ് മാൻ ഉണ്ട്. അദ്ദേഹം തന്നെ പറയാറുണ്ട്, ബൈജുജി ഇത് നമ്മൾ ട്രീറ്റ്മെന്റ് വർഷങ്ങളോളം നീണ്ടുപോകുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് 2-3 മാസത്തിനൊക്കെ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് പോകാറുണ്ട്. അപ്പം വലിയ സാമ്പത്തിക ചെലവുള്ളതാണ് ഈ ഒരു ട്രീറ്റ്മെന്റ്. പല ആളുകളും ഇത് ഇത്തരത്തിൽ പരസ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ലെവൽ ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതാണോ ഈ ഒരു ട്രീറ്റ്മെന്റ്? സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തികമാണോ? എങ്ങനെയാണ് അതിന്റെ ചിലവ് വരുന്നത്? സാർ, ഞാനിപ്പോ കൊടുക്കുന്നത് ഒരു പേഷ്യന്റിന് നമ്മളിപ്പം വെളിച്ചെണ്ണയിൽ മെഡിസിൻ എടുത്ത് അവർക്ക് അത് ബോഡിയിൽ തേക്കാൻ വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിൽ നമ്മളൊരു അളവ് വെക്കുന്നുണ്ട്. 1 ലിറ്റർ മെഡിസിൻ നമുക്ക് അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതുണ്ട്. ഇപ്പം നമ്മളൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു കോഴ്സ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരാഴ്ച ഒരു 10 ദിവസം നമുക്ക് ഉപയോഗിക്കാം. ബോഡിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു മെഡിസിൻ ഉണ്ട്. രാവിലെയും വൈകുന്നേരം അവർ 2 ടൈം ഉപയോഗിക്കുന്നെങ്കിൽ 10 ദിവസം ഉപയോഗിക്കാനുണ്ടാവും. അത് ഉപയോഗിക്കുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം അവരുടെ റിസൾട്ട്സ് അവർ കണ്ടു തുടങ്ങും. അതിനെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു 3-4 ബോട്ടിലും കൂടെ അവർക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ എങ്ങനെ പോയാലും ഒരു 6 ലിറ്റർ കുറഞ്ഞത് ഇവർ കേസായിട്ട് വരുന്നവർക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. 1-2 ഡോട്ട്സ് വരുന്ന ആൾക്കാരുണ്ട് ബോഡിയിൽ, എന്നാൽ ദേഹം നിറയെ ഉള്ളവരുമുണ്ട്. ഇവർക്ക് 2 പേർക്കും ഒരേ കോഴ്സാണ്.
കാരണം എന്ന് വെച്ചാൽ സ്കിൻ ഡാമേജ് ആണ്. ഇവര് സ്കിൻ ഡാമേജ് ആണ്. കാരണം മറ്റവർക്ക് നിറയെ വന്നു എന്ന് കരുതിയിട്ട് ഇവർക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റില്ല. ഒരു കോഴ്സ് ചെയ്യണം, മിനിമം ഒരു 6 ലിറ്റർ എങ്കിലും അവര് ബോഡിയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞു അങ്ങ് 6 ലിറ്ററോളം മിനിമം ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതിന്റെ തുക ഫിഗർ ആയിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. അത് സാധാരണക്കാരന് താങ്ങുന്നതാണോ അല്ലയോ, അതോ വലിയ എമൗണ്ട് വരുന്നതാണോ? അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി കിടന്ന് ചികിത്സിക്കുന്നതിന് ഇത്ര രൂപ, അതൊരു കോഴ്സ് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ഒരു എമൗണ്ട് എന്തായാലും വരും. തീർച്ചയായിട്ടും ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് ഓയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 15,000 രൂപയ്ക്കകത്തുള്ള ഒരു കോഴ്സാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ മെഡിസിന്, കോച്ച്, ഇതെല്ലാം ഇത് ചെയ്ത് അവരെ മുന്നേ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കുറച്ച് പീരീഡ് കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ കുറച്ച് നാൾ ആ മരുന്നിന്റെ ഉപയോഗം കഴിയുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും അവരുപയോഗിച്ച മരുന്നിന്റെ കൊടുത്ത പീരീഡിൽ അവർക്ക് കൺട്രോൾഡ് ആണ്. പിന്നെ അവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വന്ന് ഒരു ബോട്ടിൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മേടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചെറിയ റേറ്റിൽ ഞാൻ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ അസുഖം മാറിയിട്ട് പോയവർക്ക് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർക്കൊരു നോർമലായിട്ട് ഒരു ബോഡി ഓയിൽ പോലെ ഒരു ഓയിൽ അത് ആവശ്യമുള്ളവർക്ക് മേടിച്ച് തേക്കാം, അത് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് വലിയ തുകയൊന്നുമില്ല. അത് ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ അവർക്ക് ബോഡിക്ക് വേറെ, കാരണം ചിലർക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാകും, ആ സ്കിന്ന് ഡ്രൈ സ്കിന്ന് അങ്ങനെ വരാൻ ആ സാധ്യതയിലേക്ക് പോവാതിരിക്കാൻ, വീണ്ടും അവർ ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കാൻ ഒരു ചെറിയൊരു ഓയിൽ കൊടുക്കുന്നുണ്ട്. അത് വലിയ തുകയൊന്നും അല്ല. മനഃപ്രേക്ഷകരെ, ഇത് ഒരു പരസ്യവാചകമായിട്ട് എടുക്കേണ്ട. എന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ, ഇപ്പോ മൂർത്തി സാർ ഇന്ന് നമ്മുടെ ഈ ഫ്രെയിമിൽ വരാനുണ്ടായ കാരണം തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്ത്, അതല്ലെങ്കിൽ ഒരു ബന്ധുവായിട്ടുള്ള ആൾ ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് നേടുന്നു. ആ ട്രീറ്റ്മെന്റിൽ അദ്ദേഹത്തിന്റെ അനുഭവം എന്റെ അടുത്ത് പങ്കുവെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു മഹാ വ്യക്തിത്വം, അതല്ലെങ്കിൽ ആ ഒരു കഴിവുള്ള വ്യക്തിയെ ഈ പറയുന്ന ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന രോഗികൾക്ക് മുൻപിലേക്ക് ഒന്ന് പ്രസന്റ് ചെയ്യുക എന്ന് മാത്രമാണ് എന്റെ ദൗത്യം. അത് എന്റെ ഒരു ബന്ധുവിന്റെ, എന്റെ ഒരു സുഹൃത്തിന്റെ ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് മൂർത്തി സാറിനെ നിങ്ങളുടെ മുൻപിലേക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ നമ്മുടെ ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിലായി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ വീഡിയോയുടെ ആദ്യ കമന്റായും അദ്ദേഹത്തിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവർ അദ്ദേഹത്തെ ബന്ധപ്പെടുക, അദ്ദേഹത്തിന്റെ ആ ട്രീറ്റ്മെന്റ് നേടുക. ഇതിനു മുൻപ് നമ്മൾ സോറിയാസിസുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടേഴ്സിനെയൊക്കെ നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ കോസ്റ്റ് കുറച്ച് അധികമാണ് എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഇദ്ദേഹത്തോട് എടുത്തു ചോദിച്ചിട്ടുള്ളത് എത്ര വരും ഏകദേശം എന്നുള്ളത്. അതും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു ഡോക്ടറോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികളോ ഈ തുകയൊന്നും തുറന്നു പറയാറില്ല. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ആ ഒരു ജെനുവിനിറ്റി കൊണ്ടാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഇത് കാശിന് വേണ്ടി നടത്തുന്ന ഒരു ബിസിനസ് അല്ല. ഇത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള, അദ്ദേഹത്തിന് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ആ സിദ്ധി ഒരുപാട് ആയിരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് ഇങ്ങനെ പരിചയമുള്ളത് കൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത്, ബന്ധുവായിട്ടുള്ള ആളുടെ ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പരിചയപ്പെട്ടതാണ്. ഇതൊന്നൊരു ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് രോഗികൾക്ക് ഈ വീഡിയോ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കട്ടെ എന്ന് മാത്രമേ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാനുള്ളൂ. എന്തായാലും മൂർത്തി സാർ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.